ഈ ഒരു കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്താണെന്നറിയാമോ? ചതി എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. ആരിൽ നിന്ന് വേണമെങ്കിലും അത് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളിൽ നിന്നായിരിക്കാം, നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നായിരിക്കാം. ആരിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ് ചതി. കാരണം ഇന്നത്തെ കാലത്ത് വിശ്വാസത്തിനുള്ള ആ ഒരു പങ്ക് കുറഞ്ഞതായിട്ട് വേണം കരുതാൻ. അപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2017 പുറത്തിറങ്ങിയ കൊറിയൻ ചിത്രമായ ദ മേഴ്സിലെസ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജയിലിലാണ് ചിത്രത്തിൻ്റെ കഥ ആരംഭിക്കുന്നത്. ജയിലിൽ വെച്ച് സുഹൃത്തുക്കളാവുന്ന രണ്ടുപേര്, ആ ഒരു സുഹൃത്ത് ബന്ധം വളർന്ന് വലുതായി ജയിലിന് പുറത്തേക്കും അത് അവർ കാത്തു സൂക്ഷിക്കുന്നു. അതിലൊരാൾ വലിയൊരു ഗ്യാങ്സ്റ്ററും മറ്റൊരാൾ ഒരു തട്ടിക്കൂട്ട് കേസിലൊക്കെ പെട്ട് അകത്തായിപ്പെടുന്ന മറ്റൊരു വ്യക്തിയും. അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം വളർന്ന് വലുതായി എവിടം വരെ എത്തുമെന്നതൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. ക്രൈം ആക്ഷൻ ത്രില്ലർ ജോണറിൽ പോകുന്ന ഈ ഒരു ചിത്രം അതിന് ജോണറിനോട് നീതി പുലർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ വെറുതെ ആക്ഷൻ മാത്രം കാണിക്കാതെ എന്തിന് ആക്ഷൻ കാണിക്കണം എന്നതിനുള്ള റീസൺ വളരെ നല്ല രീതിക്ക് തന്നെ ചിത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് തന്നെ പറയാം. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആരെങ്കിലും നമ്മളെ ചതിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മളെ ചതിക്കുകയാണെങ്കിൽ, പിന്നെ നമുക്ക് ആകെ ഉണ്ടാവുക നമ്മൾ പ്രിയപ്പെട്ടവരെന്നൊന്ന് കരുതാത്ത, അല്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും കിട്ടിയ ആരെങ്കിലും ഒക്കെ തന്നെ ആയിരിക്കും. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ കഥയിലേക്കും ചിത്രത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കും കൂടുതൽ കടക്കുന്നില്ല. ഇതൊരു റിവ്യൂ എന്നതിനപ്പുറം സജഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത്തരം സിനിമകൾ ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് ദ മേഴ്സിലെസ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഒരുപക്ഷെ നോ മേഴ്സി എന്ന് പറയുന്ന സിനിമ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടു കഴിഞ്ഞ ഒരു സിനിമയായിരിക്കും. അതിലെ പ്രധാന കഥാപാത്രമായി വന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലും എത്തുന്നത്. ഓരോരുത്തരും അവരുടെ മികച്ച പ്രകടനവും ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ചിത്രം പ്രധാന ഫെസ്റ്റിവലുകളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ തന്നെ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു അല്പം സ്ലോ പേസിലായിരിക്കും ചിത്രം പോകുന്നത് എന്ന് തോന്നുമെങ്കിലും ആ ഒരു കഥ പറച്ചിൽ ശൈലിക്ക് ആ ഒരു സ്ലോ പേസ് തന്നെയാണ് അനുയോജ്യമായിട്ട് വരിക. എന്നിരുന്നാലും ലാഗ് എവിടെയും ഫീൽ ചെയ്യില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പലർക്കും പല ആസ്വാദന ശൈലിയാണ്. ചിലർക്ക് ചിലപ്പോൾ ലാഗ് ഫീൽ ചെയ്തേക്കാം. എന്നിരുന്നാലും ഇത്തരം കഥ പറച്ചിൽ ശൈലികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ലാഗ് ഒട്ടും ഫീൽ ചെയ്യില്ല എന്നത് തീർച്ചയാണ്. എങ്ങനെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു, എന്തിന് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു തുടർന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത്. അതോടൊപ്പം കണ്ടുമുട്ടിയതിനു ശേഷം ആ ഒരു ബന്ധം എത്രമാത്രം വലുതാവുന്നു എന്നതും ചിത്രം പറഞ്ഞു പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ടന്റ് അനുസരിച്ചാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇന്നൊരു പക്ഷേ ചർച്ചയാവേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. അത് ചിലപ്പോൾ കാണാൻ പോകുന്നവർക്ക് ഒരു ഉപകാരപ്രദമാകുമല്ലോ. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.